ഇന്നത്തെ റീഡിങ് എടുക്കാം. ഞാൻ കാർഡ് ഷഫിളിലല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിന് ആയിക്കോട്ടെ സെലക്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അഞ്ച് കാർഡ് എടുത്തിട്ടുണ്ടോ നോക്കാം. നമുക്ക് ബാക്കി കാർഡ്സ് എല്ലാം വെക്കാൻ നമുക്ക് ഈ എടുത്ത് 5 കാർഡ്സ് നോക്കാൻ നോക്കാം. ഷഫിൾ ചെയ്തിട്ടാണ് ഇങ്ങനെ കാർഡ് ഇങ്ങനെ വെച്ചിട്ടെടുത്തത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ടെൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, മൂൺ വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ നിങ്ങൾക്കിത് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തോ ഒരു വീട്ടിലൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കാം നിങ്ങൾക്ക്. നൈറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്തെങ്കിൽ മുമ്പോട്ട് പോകുന്നത്, അത് ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകും. ഉറപ്പായിട്ടും ആ കാര്യം വിജയത്തിലെത്തിക്കാൻ പറ്റും. നൈറ്റ് ഓഫ് വൺസ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല സന്തോഷമായിരിക്കുന്ന, നിങ്ങൾക്ക് ഏതൊരു കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകണം, അത് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അത്ര നിങ്ങൾ ആ ഒരു എന്താ പറഞ്ഞാൽ നല്ല കോൺഫിഡൻസ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ എക്സ്പീരിയൻസും കിട്ടി. പൈസ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് ഒരു കാര്യം നിങ്ങൾ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങളത് യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുക. ഒന്നും പേടിക്കാനില്ല അതിനകത്ത്. പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുടുംബപരമായിട്ട് എന്തോ സ്വത്തോ കുറച്ച് കുടുംബപരമായിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് വെൽത്ത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇന്നൊരു ദിവസം. കുടുംബത്തിൽ നമ്മൾ പറയല്ലോ, നമ്മുടെ പൂർവികരുടെ സ്വത്ത് അങ്ങനത്തെ എന്തോ അച്ഛൻ്റെയോ അങ്ങനെ എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഇത് മൂൺ വന്നിട്ടുണ്ട്. ഇമോഷണലി നിങ്ങൾ കുറച്ചൊരു വിഷമമായിരിക്കും, കുറച്ച് കൺഫ്യൂഷൻ ടെൻഷനൊക്കെ ഉണ്ട്. ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് യൂണിവേഴ്സ് കൂടുണ്ട്, യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് കൂടുണ്ട്. നൈറ്റ് ഓഫ് വൺസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങളത് നേടിയേ തിരിച്ചു വരും എന്നുള്ള ഒരു നല്ലൊരു ധൈര്യത്തിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പിന്നെ 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷവും ഒരു ഉത്സവം പോലെ കൊണ്ട് നടക്കും ഇന്നത്തെ ദിവസം. 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെ പൂർവികരുടെ എന്തോ സ്വത്തം അങ്ങനെ എന്തോ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് മൂണിൻ്റെ മാത്രമേ ഉള്ളൂ ഇച്ചിരി വിഷമമായിട്ട് എനിക്ക് തോന്നുന്നത്. മൂന്നാവാൻ നിൽക്കുന്ന ഇച്ചിരി വിഷമമായിട്ടുള്ളത്. അത് സാരമില്ല. നിങ്ങളങ്ങനെ പിന്നെ അത് പോകുന്നത് ശരിയാണോ അങ്ങനെയൊന്നും ആലോചിക്കണ്ട. ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. യൂണിവേഴ്സിലെ കൂടെ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അതിനെ പറ്റിയ ശക്തിയൊന്നും ഒന്നുമില്ല നമുക്ക് കിട്ടാൻ നമ്മുടെ കൂടെ നിൽക്കാൻ. ഓക്കെ, ഇന്നത്തെ റീഡിങ് ഇതാണ്. എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആർക്കെങ്കിലും ഇത് ജീവിതത്തിൽ ശരിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.